എനിക്ക് കോളർമാർ തന്ന ഏറ്റവും ആദരണീയനായ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന ലൈജു ഫിലിപ്പ്, പുതിയ DG എലക്റ്റായിട്ട് നിയമിതനായ വിൽസൺ ജോർജ്, പ്രിയ റീജിയണൽ ടീംസ്, എൻ്റെ പ്രിയ ഡിസ്ട്രിക്ട് ടീംസ്, ഇതര ക്ലബുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനരെ, പ്രിയ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ട്രഷറർമാരെ, പ്രിയ വൈസ് കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയിരിക്കുക. ആദ്യമേ തന്നെ എനിക്ക് സർവശക്തനായ ദൈവത്തോടുള്ള നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. രാവിലെയൊക്കെ വളരെയധികം മഴയും കാറ്റും പേമാരിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വളരെയധികം ആശങ്കയോടെ ചെറിയ ആശങ്ക ഉണ്ടായി. ഒരുപാട് നാളത്തെ ഒരു ഒരുക്കം എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ചെറിയൊരു ആശങ്ക വന്നു. പക്ഷേ രാവിലെ ഞങ്ങളുടെ മധ്യസ്ഥൻ മിസ്റ്റർ യുദാസ്ലിയാണ്. യുദാസ്ലിയ അസാധ്യകാരികളുടെ മധ്യസ്ഥൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയിൽ എനിക്ക് തോന്നി ഉറപ്പായിട്ടും നല്ല ഒരു സഹകരണം ഡിസ്ട്രിക്ട് 7 ഭാഗത്തുണ്ടാവും. നാളിതുവരെ അതുപോലത്തെ നല്ലൊരു പാറ പോലത്തെ ഒരു സപ്പോർട്ടാണ് ഡിസ്ട്രിക്ട് 7 ഓരോ അംഗങ്ങളും എന്തായാലും അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായില്ല. 4 മണിയെന്ന് ഒരുപാട് ആളുകൾ ആശങ്ക വന്നു. എന്നാൽ പോലും 4:30 ആയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വന്നു. നമുക്ക് ഫ്ലാഗ് ഹോസ്റ്റിങ്ങും ഫ്ലാഗ് പ്രസന്റേഷനൊക്കെ നടത്താൻ സാധ്യമായി എന്നുള്ളതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തെ ഡിസ്ട്രിക്റ്റിന്റെ സ്ലോഗൻ ബി ബെറ്റർ ടുഗദർ, നമുക്ക് ഒരുമിച്ച് നിന്ന് വളരെ ക്രിയാത്മകമായി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഈ തവണത്തെ ഡിസ്ട്രിക്റ്റിന്റെ സ്ലോഗനായിട്ട് ഞാൻ വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ തീം കണക്ട്, ഗ്രോ, ഇമ്പാക്ട്. നമുക്കറിയാം, നമുക്ക് ഈ ഒരു കൂട്ടായ്മ, ഈ ലേബലിന്റെ കീഴിൽ നമുക്ക് ഒരുമിച്ച് ചേരുവാനും നമ്മുടെ ആശയം ഒന്നാണ്, ടു അക്നോളജ് ദി ഡ്യൂട്ടി ദാറ്റ് നമ്മുടെ അവകാശങ്ങളോടൊപ്പം കടമയും നിറവേറ്റുക എന്നുള്ളത്. ഈ ആശയത്തെ ഉന്നയിച്ചുകൊണ്ട് ഒരു ഫ്ലാഗിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് കണക്ട് ചെയ്യാൻ നമുക്ക് ഈ ഒരു പ്രസ്ഥാനം വഴി സാധ്യമാവുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഉള്ള കുടുംബ കൂട്ടായ്മയിൽ നമുക്ക് ഒത്തുചേരാൻ, കണക്ട് ചെയ്യാം, അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് വളരാനുള്ള സാഹചര്യം നമ്മൾ ഈ പ്രസ്ഥാനം തരുന്നു. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാനും നമുക്ക് ഈ പ്രസ്ഥാനം വഴി ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഡിസ്ട്രിക്ട് കൺവെൻഷന് ശേഷം ഓരോ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ട്രഷററും ഓരോ ഡിസ്ട്രിക്ട് ക്ലബ്ബുകളും ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരുമിച്ച് കൂട്ടായി നിന്ന് പ്രവർത്തിച്ച് സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ മുതിരണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ റീജിയൻ്റെ പ്രോജക്റ്റുകളാണ്. ഒന്ന് ഡയബറ്റിക് ആൻഡ് ഹെൽത്ത് കെയർ, രണ്ടാമത് മെനൻസിൻ്റെ പ്രോജക്റ്റാണ് എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, അതുപോലെ തന്നെ ലിങ്സിൻ്റെ പ്രോജക്റ്റ് ചിൽഡ്രൻ അവർ ഹോപ്പ് ആൻഡ് ഫ്യൂച്ചർ. ഈ 3 പ്രോജക്റ്റുകളും മുൻ DGമാർ ചെയ്ത പോലെ തന്നെ നമ്മൾ പിന്തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പുതിയൊരു പ്രോജക്റ്റായിട്ട് ഈച്ച് ക്ലബ് 1 സിഗ്നേച്ചർ പ്രോജക്റ്റ് എന്ന ഒരു ആശയം കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്താണോ നമുക്ക് ഇല്ലാത്തത് അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ നാടിന് വേണ്ടി ആ ഒരു കാര്യം ചെയ്ത് നാട്ടിലൊരു പുതിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഓരോ പ്രസിഡന്റുമാരും ഓരോ ക്ലബ്ബും മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ ഒരു നന്ദിയുടെ വാക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹോം ക്ലബ്ബിലാണ്. എൻ്റെ ഹോം ക്ലബ്ബ് വഴി വൈസ് ക്ലബ്ബ് ഓഫ് അടിമാലിയിൽ ചെറിയ പ്രായത്തിൽ എനിക്ക് തിരിച്ചറിവില്ലാത്ത സമയത്ത് ഞാൻ ചേർന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ വളരെ കാര്യമായിട്ടാണ് എന്നെ ഈ അടിമാലി ക്ലബ്ബ് പരിപാലിച്ചു പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഓരോ പ്രവർത്തനത്തിലും എന്നെ അനുമോദിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിച്ച് എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നത്. എൻ്റെ ഹൃദയംഗമമായ നന്ദി എൻ്റെ ഹോം ക്ലബിനോട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ വൈസ് ഹാർമണി എന്ന ഈ ഒരു പ്രോഗ്രാം മനോഹരമായ രീതിയിൽ നടത്തുന്നതിന് നല്ലൊരു ചെലവൊക്കെ ആവശ്യമായി വന്നു. ഈ സമയത്ത് ഈ പ്രോഗ്രാമിന് ടൈറ്റിൽ സ്പോൺസറായി വന്നത് കേരള ആർക്കേഡ് KJ ജോസ് കീരിക്കാട്ടിൽ അവരുകളാണ്. അതുപോലെ തന്നെ വൈസ് ഹാർമണി എന്ന ഈ പ്രോജക്റ്റിൻ്റെ കോ സ്പോൺസേഴ്സ് ആയിട്ട് പാം ടൈൽസ് ബഹുമാനപ്പെട്ട മിൽസൺ ചേട്ടൻ DG എലക്റ്റിൻ്റെ കെയർഓഫിൽ എനിക്ക് സാധ്യമാക്കി തന്നു. അതുപോലെ തന്നെ വൈസ് CM കുട്ടിയച്ചൻ ചേട്ടനും അതോടൊപ്പം തന്നെ നിർമ്മല ഹോസ്പിറ്റൽ കമ്പനി കണ്ടത്തെ PC ജോർജ് സാറിനെ ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ
ഞാനൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടായില്ല. എൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ ടീം നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്ന ഒരു വ്യക്തിയാണ് ജോൺസൺ ചേട്ടൻ. ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന എൻ്റെ ഈ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ പല സമയത്ത് ടെൻഷൻ അടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം എൻ്റെ ഡിസ്ട്രിക്ട് ടീമിലെ ഞങ്ങളുടെ ഏറ്റവും ചെറുപ്പമായ നമ്മുടെ ജോൺസൺ ചേട്ടൻ എന്നോട് പറയും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ എന്തിനാ ഞങ്ങളൊക്കെ അല്ലേ ഇവിടെയുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് കട്ടയ്ക്ക് കൂടി നിൽക്കുന്ന എൻ്റെ ഡിസ്ട്രിക്ട് സെക്രട്ടറി. ആ ഒരു വാക്ക് മതി നമുക്ക് കൂടുതൽ ഓടാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജം പകർന്നു. എൻ്റെ കൂടെ എൻ്റെ ഡോട്ടേഴ്സാണ് നമ്മുടെ ബുള്ളറ്റ് ഇറക്കാൻ പറ്റുമോ എന്ന് ഒരു തോന്നിയിരിക്കുന്ന സമയത്ത് 2 ബുള്ളറ്റ് ഇറക്കാൻ അദ്ദേഹം സാധ്യമാക്കി തന്നു. അതുപോലെ തന്നെ ഓരോ പോർട്ട്ഫോളിയോയിലുള്ള ആളുകളും ഏറ്റവും മനോഹരമായി എൻ്റെ ഈ ഒരു സ്ഥാനപരമായ ചടങ്ങിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഹോസ്റ്റ് കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് നോബൽ മാത്യു, അതുപോലെ തന്നെ MC പറയുന്ന ആൾക്കാരെല്ലാം വളരെ കൃത്യതയോടുകൂടി എന്നോട് ചേർന്ന് പ്രവർത്തിച്ചു. ഒരിക്കൽ കൂടി ഇവരോടൊപ്പം നന്ദി അറിയിക്കുന്നു. ഒപ്പം അതിൽ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി അറിയിക്കുന്നു. അക്സെപ്റ്റൻസ് സ്പീച്ചാണ്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നിൽ അർപ്പിച്ച ഈ വിശ്വാസം എൻ്റെ കഴിവിനൊത്ത് ഞാൻ ആത്മാർത്ഥമായി കാഴ്ചവെക്കുമെന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ല ഒരു വൈസ്ഡം ഇയർ നിങ്ങൾക്ക് സമ്മാനിക്കാൻ ജഗദീശനെ അനുവദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് അതിനും കൂടെ നിൽക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന സ്ഥാനം നിങ്ങളുടെ മുമ്പിൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് വൈസ്ഡം.